നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് ഇന്ത്യ ആക്രമണം നടത്തിയതിന് പിന്നാലെ പ്രകോപനവുമായി ഭീകര സംഘടന അൽ ഖ്വയ്ദ പാകിസ്ഥാനിൽ നടത്തിയ ആക്രമണത്തിന് പ്രതികാരം ചെയ്യുമെന്ന് അൽ ഖ്വയ്ദ പ്രസ്താവനയിലൂടെ ഭീഷണി ഉയർത്തി. പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ കൃത്യമായി ലക്ഷ്യം വെച്ച് നടത്തിയ ആക്രമണത്തെ പള്ളികൾക്കും മുസ്ലിങ്ങൾക്കുമെതിരായ ആക്രമണമെന്ന് ചിത്രീകരിച്ച് വെറുപ്പ് പരത്തുന്നതാണ് അൽ ഖ്വയ്ദയുടെ പ്രസ്താവന. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ അൽ ഖ്വയ്ദ വിഭാഗമാണ് ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കി പ്രസ്താവന പുറത്തിറക്കിയത്. അനുദിനം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സംഘടനയായ അൽ ഖ്വയ്ദ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നത്തിന്റെ സാഹചര്യം മുതലെടുത്ത് നഷ്ടമായ കുപ്രശസ്തി വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്ത്യക്കെതിരായ ഭീഷണിയെന്നാണ് വിലയിരുത്തൽ. ഓപ്പറേഷൻ സിന്ധുവിനെ അപലപിച്ചുകൊണ്ടുള്ള പ്രസ്താവനയാണ് സംഘടന പുറത്തുവിട്ടിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് മീഡിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വാർത്ത പുറത്തുവിട്ടത്. ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടുവെന്നും AQIS ആരോപിക്കുന്നു. ആരാധനാലയങ്ങളെയും ജനവാസ കേന്ദ്രങ്ങളെയുമാണ് ഇന്ത്യ ലക്ഷ്യം വച്ചതെന്നും AQIS ആരോപിക്കുന്നു. മിഡിൽ ഈസ്റ്റ് മീഡിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മധ്യപൂർവ്വദേശ രാജ്യങ്ങളിലെ നോർത്ത് അമേരിക്കയിലെയും വാർത്തകൾ നിരീക്ഷിക്കുന്ന സ്ഥാപനമാണ്. പ്രാദേശിക ഭാഷകളിലെ വാർത്തകൾ ഇവർ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യും. ഇവരുടെ നിലപാടുകൾ സംബന്ധിച്ചും വിമർശനങ്ങളുണ്ട്. പാകിസ്ഥാൻ മണ്ണിൽ ഇന്ത്യ നടത്തിയ കടന്നുകയറ്റത്തിന് ശക്തമായ പ്രതികാരം ചെയ്യുമെന്നാണ് അൽ ഖ്വയ്ദ പറയുന്നത്. ഇതിനായി പാകിസ്ഥാന് പിന്നിൽ അണിചേരാൻ സംഘടന ആവശ്യപ്പെട്ടു. ഇന്ത്യയിലെ ഹിന്ദുത്വ BJP സർക്കാർ പാകിസ്ഥാനിലെ പള്ളികളും വീടുകളും ആക്രമിച്ചിരിക്കുന്നു. നിരവധി മുസ്ലിങ്ങളാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റു. മരിച്ചവരെല്ലാം സ്വർഗരാജ്യം ഭൂകി. ഇന്ത്യൻ ഭരണകൂടം നടത്തുന്ന ക്രൂരതകളുടെ കറുത്ത അധ്യായങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ബോംബാക്രമണം. ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരായ ഇന്ത്യയുടെ യുദ്ധം പഹൽഗാം ആക്രമണത്തിന് ശേഷം ആരംഭിച്ചതല്ല. അത് പതിറ്റാണ്ടുകളായി തുടർന്നു വരുന്നതാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കടുത്ത അടിച്ചമർത്തലാണ് നേരിടുന്നത്. ഹിന്ദുത്വ ശക്തികൾ നയിക്കുന്ന ഇന്ത്യൻ സർക്കാർ ഈ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് മുസ്ലിങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാനായി സൈനികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ പരിശ്രമത്തിലാണ്. ഈ സാഹചര്യത്തിൽ ഇസ്ലാമിനെ പ്രതിരോധിക്കാനായി രംഗത്തിറങ്ങേണ്ടത് ഓരോ മുസ്ലിം പോരാളികളുടെയും കടമയാണ്. ഇസ്ലാമിനെതിരായ കടന്നാക്രമണങ്ങൾക്കെതിരെ പ്രതികാരം ചെയ്യണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ ആക്രമണത്തിൽ നിരവധി മുസ്ലിങ്ങൾ രക്തസാക്ഷികളാവുകയും പരിക്കേൽക്കുകയും ചെയ്തു. നമ്മൾ അല്ലാഹുവിന്റേതാണ്, അവനിലേക്ക് മടങ്ങും. അല്ലാഹു രക്തസാക്ഷികൾക്ക് സ്വർഗത്തിൽ ഉന്നത സ്ഥാനം നൽകട്ടെ. പരിക്കേറ്റവരെ ഉടൻ സുഖപ്പെടുത്തട്ടെ. ആമീൻ. ആക്രമണം കാവി സർക്കാരിന്റെ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിലെ മറ്റൊരു കറുത്ത അധ്യായമാണെന്നാണ് കുറിപ്പിൽ പറയുന്നത്. ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരായ ഇന്ത്യയുടെ യുദ്ധം പുതിയതല്ല. വർഷങ്ങളായി അത് തുടരുന്നു. ഇന്ത്യയിലെയും കാശ്മീരിലെയും മുസ്ലിങ്ങൾ വളരെയധികം അടിച്ചമർത്തലുകൾ അനുഭവിച്ചിട്ടുണ്ട്. സൈനിക, രാഷ്ട്രീയ, സാംസ്കാരിക, മാധ്യമ മാർഗങ്ങളിലൂടെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഇല്ലാതാക്കാൻ മോദി സർക്കാർ ശ്രമിക്കുകയാണെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. മുസ്ലിങ്ങൾക്കെതിരായ അതിക്രമങ്ങൾക്ക് പ്രതികാരം ചെയ്യുമെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. പ്രത്യാക്രമണം ഇന്ത്യക്കെതിരായ ഒരു ജിഹാദിയാണെന്ന് ഞങ്ങൾ വ്യക്തമായി പറയുന്നു. അല്ലാഹുവിന്റെ നാമം ഉയർത്തുക, ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും സംരക്ഷിക്കുക, അടിച്ചമർത്തപ്പെട്ട ജനങ്ങളെ സഹായിക്കുക എന്നിവ ഞങ്ങളുടെ കടമയാണ്. ഉപഭൂഖണ്ഡത്തിലെ മുസ്ലിങ്ങൾ അവർക്ക് പിന്തുണ നൽകണം. അല്ലാഹുവിന്റെ സഹായത്തോടെ മുസ്ലിങ്ങൾക്കെതിരായ എല്ലാ അതിക്രമങ്ങൾക്കും പ്രതികാരം ചെയ്യുന്നതുവരെയും അല്ലാഹുവിന്റെ നാമം ഉയർത്തപ്പെടുന്നതുവരെയും ഞങ്ങൾ പോരാടുമെന്ന് സത്യം ചെയ്യുന്നുവെന്നും അൽ ഖ്വയ്ദ പറയുന്നു. ഇതിനിടെ ഗുജറാത്തിലെ അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിന് ബോംബ് ഭീഷണി ഉയർന്നിരിക്കുകയാണ്. ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷന്റെ ഔദ്യോഗിക ഇമെയിലിലേക്കാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. പാകിസ്ഥാൻ എന്ന പേരിലാണ് ഇമെയിൽ അയച്ചിരിക്കുന്നത്. നിങ്ങളുടെ സ്റ്റേഡിയം ഞങ്ങൾ തകർക്കുമെന്നാണ് ഭീഷണി സന്ദേശത്തിൽ പറയുന്നത്. ഭീഷണിയെ തുടർന്ന് സ്റ്റേഡിയത്തിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. വിഷയത്തിൽ ഗൗരവമായ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. മെയ് 14, 18 തീയതികളിൽ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. മെയ് 14 ഗുജറാത്ത് ടൈറ്റൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെയും മെയ് 18 ചെന്നൈ സൂപ്പർ കിങ്സിനെയുമാണ് നേരിടുക. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമായ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ 1,32,000 പേരെ ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ട്. കഴിഞ്ഞ ദിവസം കൊൽക്കത്ത ഈഡൻ ഗാർഡൻസ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് IPL മത്സരത്തിനിടെയും ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു. ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷന്റെ മെയിലിലേക്കാണ് ബോംബ് ഭീഷണി സന്ദേശമെത്തിയത്. മാച്ച് പുരോഗമിക്കുന്നതിനിടെയാണ് അസോസിയേഷന്റെ ഒഫീഷ്യൽ മെയിലിലേക്ക് അജ്ഞാത ID നിന്ന് ഭീഷണി സന്ദേശം ഉയർന്നത്. ഇതിനിടെ അടുത്ത മണിക്കൂറുകളിൽ ചിലപ്പോൾ ഇന്ത്യൻ അതിർത്തിയിൽ പലതും സംഭവിക്കാം. പാകിസ്ഥാനും ചൈനയും ഒരുമിച്ച് ഇന്ത്യയെ ആക്രമിക്കാനുള്ള അപ്രതീക്ഷിത നീക്കം ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട്. കാശ്മീരിൽ പുലർത്തുന്ന അതേ ജാഗ്രത ഇന്ത്യൻ സൈന്യം ചൈനയിലും പുലർത്തി വരികയാണ്. വരുന്ന മണിക്കൂറുകളിൽ കാശ്മീരിലെ തീവ്രവാദികളുടെ കൂടുതൽ ക്യാമ്പുകളും ആയുധപ്പുരകളും ഇന്ത്യ തകർക്കാൻ ഒരുങ്ങുകയാണ്. ഏത് ആക്രമണത്തിനും ഇന്ത്യക്ക് റഷ്യയുടെയും ഫ്രാൻസിന്റെയും ഇസ്രായേലിന്റെയും സഹായം ഉറപ്പായിരിക്കെ പാകിസ്ഥാനെ തരിപ്പണമാക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ ഉറച്ച തീരുമാനം. യൂറോപ്യൻ സന്ദർശനമൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒഴിവാക്കിയിരുന്നു.
ഭീകരരെ മാത്രമല്ല ഭീകരരുടെ കുടുംബാംഗങ്ങളെ ഇന്ത്യൻ സൈന്യം വകവരുത്തുകയാണ്. കഴിഞ്ഞ ദിവസം പുലർച്ചെ ഇന്ത്യൻ സൈന്യം ബഹവൽപൂരിൽ നടത്തിയ ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മൗലാന മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെടുകയായിരുന്നു. സഹോദരിയും സഹോദരി ഭർത്താവും മക്കളും ഉൾപ്പെടെ 14 പേർ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി BBC റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇവിടെ കൊടുംഭീകരരായ 4 പേർ തമ്പടിച്ചിരുന്നുവെന്നും അവരും കൊല്ലപ്പെട്ടുവെന്നും BBC വ്യക്തമാക്കിയിരുന്നു. പാകിസ്ഥാനിലെ 12ാമത്തെ വലിയ നഗരവും ലാഹോറിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നതുമായ ബഹവൽപൂർ നഗരം ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രമായാണ് പ്രവർത്തിക്കുന്നത്. ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മൗലാന മസൂദ് അസർ ഇപ്പോൾ എവിടെയുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ഇവിടുത്തെ മൈതാനത്തും ഒളിക്കേന്ദ്രത്തിലുമാണ് തീവ്രവാദികൾക്ക് കാലങ്ങളായി സായുധ പരിശീലനം നടത്തിയിരുന്നത്. പാകിസ്ഥാനിലെ 4 ഭീകര കേന്ദ്രങ്ങളും പാക് അധീന കാശ്മീരിലെ 5 ഭീകര കേന്ദ്രങ്ങളുമാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത്. ഭീകരർക്ക് പരിശീലനം നൽകുന്ന ഇടങ്ങളാണ് പ്രധാനമായി ആക്രമണം നടത്തിയതെന്നുമാണ് പുറത്തുവരുന്ന വിവരം. 8 ഏക്കർ വിസ്തൃതിയുള്ള ഈ കേന്ദ്രം ഇന്ത്യയുടെ ആക്രമണങ്ങളുടെ പ്രാഥമിക ലക്ഷ്യമായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മൗലാന മസൂദ് അസറിന്റെ പരിശീലന കേന്ദ്രവും ആയുധപുരകളും ഇവിടെ ഉണ്ടായിരുന്നതായാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇന്ത്യക്കെതിരായ ബഹവൽപൂരിൽ ജനിച്ച അസർ അവിടെ കനത്ത സുരക്ഷയുള്ള ഒരു കോമ്പൗണ്ടിലാണ് താമസിച്ചിരുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യ പാകിസ്ഥാന്റെ ലഷ്കർ ജെയ്ഷെ കേന്ദ്രങ്ങൾ തകർത്തതായൊക്കെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങളിലായിരുന്നു ഇന്ത്യ തിരിച്ചടിച്ചത്. പഹൽഗാം ഭീകരാക്രമണം നടന്ന് 15ാം ദിവസമാണ് ഇന്ത്യയുടെ തിരിച്ചടി. സേന, കരസേനയും വ്യോമസേനയും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെല്ലാം സിവിലിയന്മാരാണെന്നും പാകിസ്ഥാൻ തീവ്രവാദികളെ സഹായിക്കുന്നില്ലെന്നുമാണ് പാകിസ്ഥാന്റെ വിശദീകരണം. പാകിസ്ഥാൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി നൽകുമെന്നാണ് പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. 5 ഇടങ്ങളിൽ ആക്രമണം നടത്തിയതായാണ് ആദ്യം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സ്ഥിരീകരിച്ചത്. ശക്തമായി പ്രതികരിക്കാൻ പാകിസ്ഥാൻ അവകാശമുണ്ടെന്നും മുഴുവൻ രാജ്യവും പാക് സൈന്യത്തിനൊപ്പം ഉണ്ടെന്നും പാക് പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്ത്യക്കുള്ള മുന്നറിയിപ്പാണ്. US, ബ്രിട്ടൻ, സൗദി, UAE, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളെ ഇന്ത്യ സൈനിക നടപടിയെക്കുറിച്ച് അറിയിച്ച് പിന്തുണ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം പുലർച്ചെ 1:44 ആരംഭിച്ച ആക്രമണം 23 മിനിറ്റുകളിൽ ഇന്ത്യ വിജയകരമായി പൂർത്തിയാക്കി. 6 പ്രദേശങ്ങളിലായി ആകെ 24 ആക്രമണങ്ങളാണ് ഉണ്ടായതെന്നാണ് പാകിസ്ഥാൻ സൈന്യം പറയുന്നത്. 600ഓളം ഭീകരരെ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യ ആക്രമണം നടത്തിയത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി പാകിസ്ഥാൻ വളർത്തിയെടുത്ത ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സൈന്യം തകർത്തതെന്ന് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും പറഞ്ഞിരുന്നു. കൃത്യമായ രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട സൈനിക നീക്കം. സാധാരണ ജനങ്ങൾക്ക് അപകടമുണ്ടാക്കാത്ത വിധമാണ് ആക്രമണ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുത്തതെന്നും ആക്രമണം നടത്തിയതെന്നും അവർ പറഞ്ഞു. പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലും ലഷ്കർ-ഇ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യൻ സേന ആക്രമിച്ചത്. അതിനിടെ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളായ രാജസ്ഥാൻ, പഞ്ചാബ് എന്നിവിടങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷം ഉണ്ടാകുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നതിനാൽ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും അവധികൾ റദ്ദാക്കുകയും പൊതുസമ്മേളനങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്തു. പാകിസ്ഥാനുമായി 1037 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന രാജസ്ഥാനിൽ അതീവ ജാഗ്രതയിലാണ്. അതിർത്തി പൂർണ്ണമായും അടച്ചുപൂട്ടി. സംശയാസ്പദമായ എന്തെങ്കിലും പ്രവർത്തനം കണ്ടാൽ അതിർത്തി സുരക്ഷാ സേനാംഗങ്ങൾക്ക് വെടിവെക്കാനുള്ള ഉത്തരവ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.